കിളിയൊക്കെ പറന്ന് പിച്ചിയും പെയ്യൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് ബില്ലടയ്ക്കുന്ന ലേന. എന്താണ് പാപ്പരായോ? ദൂരെ ഇരുന്ന് വീഡിയോ എടുക്കുന്നു, ഞാൻ പോയി പേയ്മെന്റ് ചെയ്യുന്നു. പാപ്പരായോ? എന്തായാലും അങ്ങനെ എന്താണ് അങ്ങനെ പാലുകാച്ചിന് മുമ്പത്തെ പർച്ചേസിന്റെ അവസാനത്തെ പർച്ചേസ് ആണ് അല്ലേ? പറയാൻ പറ്റത്തില്ല, ഇനി സ്റ്റേന് കഴിഞ്ഞാണ്. പക്ഷെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇനിയുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിക്കാനുണ്ടോ? ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്ന് നമ്മുടെ മൈജി എന്നാണ്. അതൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ TV എടുക്കാൻ വേണ്ടിട്ട് 4-5 തവണ 4-5 തവണ ഓരോ സാധനങ്ങൾ വാങ്ങിയ കാര്യം. വീട് പണി നടക്കുമ്പോഴത്തേക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല. നമുക്ക് പയ്യെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല, ഓരോന്നോരോന്നോര് ഫിക്സ് ചെയ്യാനായിട്ട്. പ്രീതി ഹായ്, നമ്മൾ വിഷ്ണു നിൽക്കുന്നുണ്ട്. വിഷ്ണു ഹായ്. അവസാനം നമ്മൾ TV എടുത്തിരിക്കുകയാണ് ഒടുവിൽ. ഇത് എനിക്കത് 5-ാമത്തെ 6-ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ TV നോക്കിയത്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ എടുത്തേക്കുന്നത് എന്തായാലും. പിന്നെ അതിൻ്റെ കൂടെ ആ സൗണ്ട് ബാറും ഉണ്ട്. എല്ലാം കൂടെ വെച്ചിട്ട് സെറ്റായിരിക്കും അല്ലേ? കളറായിരിക്കും. പക്ഷെ നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് ഒരുപാട് മുകളിൽ പോയി. ഇവർ മാക്സിമം റേറ്റൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്ന് നമ്മുടെ ബഡ്ജറ്റ് പക്ഷെ നല്ല സാധനം തന്നെ സജസ്റ്റ് ചെയ്ത്. പിന്നെ എന്തായാലും നമ്മൾ LG ആണ് എടുത്തേക്കുന്നത്. LGയുടെ ഏതാണ് പറഞ്ഞേ? 55C4 OLED 55C4 അങ്ങനെ പലതും പറഞ്ഞു. നമുക്കൊന്നും നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം ഞങ്ങൾ വന്ന് ഓരോരോ ബ്രാൻഡുകൾ നോക്കി. നമ്മൾ സോണിയിൽ നിന്ന് തുടങ്ങിയതാണ് അല്ലേ? സോണിയിലായിരുന്നു ആദ്യം എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് സോണി ഇന്ന് മാറി അവസാനം LG എത്തി. അതെ, അങ്ങനെ നമ്മൾ സാധനം എടുത്തിരിക്കുകയാണ്. ഇത് ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം ഇൻസ്റ്റാൾ ചെയ്യും അല്ലേ? നാളെ പാലിയാച്ചുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് പോവാം. ഇതിൻ്റെ കൂടെ ഈ ഇതും ഉണ്ടല്ലേ, നമ്മുടെ ഇൻവെർട്ടറും ഉണ്ടല്ലോ. ഇതും ഇരിക്കുന്നു ഇൻവെർട്ടർ. ഇതാണ് ഇൻവെർട്ടർ. ഈ TV-യുടെ കൂടെ സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മൾ TV-യുടെ കൂടെ എങ്ങനെ ഇൻവെർട്ടർ? അതാണ് ഇൻവെർട്ടർ അല്ലല്ലോ, നമ്മുടെ സ്റ്റെബിലൈസർ നമ്മൾ വെച്ചിട്ടില്ലല്ലോ. ഇവിടെ നമ്മളൊന്നും വെച്ചിട്ടില്ല, പക്ഷെ വീട്ടിലൊക്കെ ഉണ്ട്. ഇവിടെ വരുന്ന LED-ക്കൊക്കെ ഓട്ടോ കൂളിംഗ് സിസ്റ്റം എല്ലാം ഇൻബിൽഡ് ആയിട്ട് വരുന്നതുകൊണ്ട് വോൾട്ടേജ് കട്ട് ഓഫ് വരുവാണെന്നുണ്ടെങ്കിൽ TV വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എന്തായാലും വിശേഷങ്ങൾ. ഇങ്ങനെ നമ്മൾ LED വാങ്ങിച്ച് ഇറങ്ങുന്നു. വാ കം. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഡീലായിരുന്നു എന്ന് തോന്നുന്നില്ലേ? അവർക്കും നമുക്കും. നമ്മുടെ കയ്യിൽ പൈസയൊക്കെ കുഴപ്പമില്ല. എന്തായാലും നല്ല സഹകരണമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പറയണമല്ലോ, മൈജിന്നാണ് നമ്മളിപ്പോൾ സാധനങ്ങൾ എല്ലാം എടുത്ത മൈജി. നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച് കസ്റ്റമർ സർവീസ് ആയിരുന്നു. പെയ്ഡ് പ്രൊമോഷൻ ആയിരുന്നു. അയ്യോ അല്ല കേട്ടോ, സത്യമായിട്ടും അല്ല. പെയ്ഡ് നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല. നമ്മൾ സന്തോഷം കൊണ്ട് എടുക്കുന്നതാണ്. നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചത്? ഹീറ്റർ, പിന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, പിന്നെ അതെ വേറെ എന്തോ ഒന്നും നമ്മൾ വാങ്ങിച്ചായിരുന്നില്ല. എയർ ഫ്രയർ അല്ലല്ലോ, എന്തോ ഒന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. AC അതെ, അങ്ങനെയല്ല. അങ്ങനെ കൂപ്പണും ഇട്ട് 5 ലക്ഷം രൂപ കിട്ടട്ടെ. ഈ ഇവിടെ കൊടുത്ത പൈസ എല്ലാം തിരിച്ച് കിട്ടട്ടെ എന്ന് വിചാരിക്കും. താങ്ക്സ് വേണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച്. ബൈ.